ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാദഹസ്താസന, പിന്നെ ഫോർവേഡ് ബെൻഡ്, നിന്നുകൊണ്ട് ചെയ്യാനുള്ള ആസന. നമുക്ക് ഇന്നലെ ഞാൻ പിന്നെ താടാസനം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ആസനാസ് ചെയ്യുന്നത് കൊണ്ട്, പാദഹസ്താസന ചെയ്യുന്നത് കൊണ്ടുള്ള പ്രയോജനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ശരീരത്തിൽ കൂടുതൽ ഉന്മേഷണം ഉണ്ടാകുന്നുണ്ട്, ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രാണവായു എല്ലാ കോശങ്ങളിലേക്കും പേശികളിലേക്ക് എത്തിക്കാൻ കഴിയും. തലവേദന, മൈഗ്രെയിൻ, മറ്റ് ഉറക്കക്കുറവുള്ളവരെല്ലാം ഈ ആസനാസ് ചെയ്യാം. ഇപ്പോൾ ബ്രീത്ത് എടുത്തുകൊണ്ട് ആണ് ഇൻഹെയിൽ പൂരകം, അത് പിടിച്ചു നിർത്തണം. എക്സ്ഹെയിൽ രേചകം, പിടിച്ചു നിർത്താനുള്ളത് കുംഭകം, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത് ഈ ആസനത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളെല്ലാവരും ഇത് ചെയ്യേണ്ടതാണ്. യോഗ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്നും രാവിലെ 5 മണിയാകുമ്പോൾ എഴുന്നേൽക്കണം. മലവിസർജനം നടത്തി കഴിഞ്ഞിട്ടാണ് ശുദ്ധവെള്ളം കുടിക്കേണ്ടത്. അതുപോലെ തന്നെ അവനവൻ കഴിയുന്ന വ്യായാമങ്ങൾ ചെയ്യണം. യോഗാസനാസ് ചെയ്യാം. അതുപോലെ തന്നെ രാവിലെ നടക്കാം. ഇതെല്ലാം ചെയ്യണം. വർദ്ധിച്ചു വരുന്ന രോഗങ്ങളെ, ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാൻ നമ്മൾ മനസ്സുകൊണ്ട് തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് രോഗവിമുക്തമായി നമുക്ക് നല്ല ഫ്ലെക്സിബിലിറ്റി ബോഡിയോട് കൂടി സമൂഹത്തിൽ നടക്കാം എന്നാണ് പറയാനുള്ളത്. ഓക്കെ, പാദഹസ്താസനം.